മനുഷ്യനും വേഗത കൂടിയ ജീവനും. ഇത് നിത്യേന നമുക്ക് സമ്മാനിക്കുന്നതോ ദുരന്തങ്ങൾ മാത്രം. റോഡ് സുരക്ഷയെക്കുറിച്ചാണ് ഇന്നത്തെ സെൽഫിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിവേഗം, ബഹുദൂരം, ആപത്ത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ അനന്തകൃഷ്ണൻ IPS ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഡോക്ടർ ശ്രീദേവി ഡയറക്ടർ NATPAC, S രാജേഷ്, ഡോക്ടർ P രാമൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ജോസഫ് മാത്യു PWD റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ, അഡ്വക്കേറ്റ് B ശ്രീകുമാർ, ഡിജോ കാപ്പൻ സോഷ്യൽ വർക്കർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഡ്രൈവർ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകാരൻ കൊണ്ടുവന്ന് നമ്മൾ ഇറങ്ങുമ്പോഴും അവർ സ്പീഡെ കൊണ്ടുവന്ന് വണ്ടി കയറ്റി പോവുകയാണ് ചെയ്യണത്. ഈയിടയ്ക്ക് ആക്സിഡന്റ് ഒക്കെ വളരെ ഇവിടെ കൂടുതലായിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ ബൈക്ക് ഓടിക്കുന്ന ചേട്ടന്മാരൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് വഴി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ബൈക്കുകളാണ് കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത്. അവന്മാരെ സ്പീഡെന്ന് വെച്ചാൽ 3-4 കയറ്റി ലൈസൻസും ഇല്ലാതെ വണ്ടി, ചിലപ്പം ബാക്കിൽ വണ്ടി നമ്പരും കാണില്ല, ഒറ്റ പോക്കാണ് പോകുന്നത്. അത് നമ്മൾ ആട്ട പോകുന്ന ഫ്രണ്ടിൽ വന്നിട്ടാണ് അവന്മാരെ വെട്ടിത്തിരിയലും ഒരു ഇത്. അത് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്, വണ്ടി ഇരിക്കുന്ന യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ജനങ്ങളോട് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ഒരു സിമ്പിളുണ്ട്. ആ ഒരു സിഗ്നൽ കണ്ടതിന് ശേഷം മാത്രം റോഡ് ക്രോസ് ചെയ്യുക. ആ സിഗ്നലിൽ നിൽക്കുന്ന പോലീസുകാർ അത് ഉത്തരവാദിത്തോടുകൂടി അവരെ കൊണ്ട് ചെയ്യിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ആ രീതിയിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനാവശ്യമായിട്ട് കേബിൾ കമ്പനിക്കാർ റോഡ് അപ്പോഴപ്പോഴായിട്ട് കുഴിച്ചു വിടുന്നുണ്ട്. അവിടെ ജസ്റ്റ് സിമെന്റ് പോലെ ഇട്ട് വിടുന്നുണ്ട്. മഴയത്ത് കൃത്യമായിട്ട് ഇളകി പോകുന്നുണ്ട്. രക്ഷകർത്താക്കൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ബൈക്കുകൾ അത് നാടിന് ഏറ്റവും വലിയ ആപത്തായി മാറി. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന അവരാണ്. അവർക്കൊന്നും പറ്റുന്നില്ലെങ്കിലും ബാക്കിൽ വരുന്ന സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ അപകടം പറ്റുന്നത്. വലിയ സൗണ്ടോട് കൂടിയാണ് അവർ വണ്ടി ഓടിച്ചു പോകുന്നത്. അത് രക്ഷകർത്താക്കൾക്കെതിരെ നല്ല രീതിയിലുള്ള കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അനന്തകൃഷ്ണൻ സർ, നിത്യേന നമ്മൾ പത്രമെടുത്താൽ ഏറ്റവും അധികം കേൾക്കുന്നത് റോഡ് അപകടങ്ങളെ കുറിച്ചാണ്. നമ്മളത് ടെലിവിഷനിലും കാണുന്നു, നമ്മൾ വായിക്കുന്നു. എത്ര നമ്മൾ കണ്ടാലും എത്ര വായിച്ചാലും അതേക്കുറിച്ചൊരു ബോധം നമ്മുടെ ജനങ്ങൾക്കും ഉണ്ടാകുന്നില്ല, വാഹനം ഓടിക്കുന്നവർക്കും ഒന്നും ഉണ്ടാവുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഈ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് ഒരു പ്രത്യേക ഒരു വിഭാഗമെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല. ജീവിതത്തിന്റെ എല്ലാ തുറയിലുമുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ അതിൽ പെടുന്നുണ്ട്. പിന്നെ റോഡ് അപകടങ്ങൾക്ക് സാങ്കേതികമായിട്ട് കാരണങ്ങൾ നമുക്ക് പലതും പറയാം. എഞ്ചിനീയറിങ്, എൻഫോഴ്സ്മെന്റ്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ശാസ്ത്രം അങ്ങനെ പലതും പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഏത് അപകടത്തിൻ്റെയും പുറകിൽ ഒരു മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ എലിമെന്റ് കാണും. ഒരാൾ ഒരു ചെയ്തതോ ചെയ്യാതിരുന്നതോ ശരിയായിട്ട് ചെയ്യാത്തതോ ആയ ഒരു പ്രവൃത്തിയോ അതിൻ്റെ അനന്തരഫലമോ അത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ കാണും. അപ്പം അതാണ് അപകടങ്ങളുടെ തുടക്കവും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതും മനുഷ്യർ തന്നെയാണ്. അപ്പം ഇതിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമ്മിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം നമ്മൾക്ക് ഈ ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം നന്നായിട്ട് നമ്മൾ ശരിയായിട്ട് പ്രവർത്തിക്കാം, ശരിയായിട്ട് റോഡിൽ പെരുമാറാം എന്ന് വെച്ചാൽ അതിന് ചിലപ്പം സമയം കാത്തു നിന്നെന്ന് വരികയില്ല. അപ്പൊ തുടങ്ങുന്നത്, ആ ചോദ്യത്തിന് ഉത്തരവ് തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ ഓരോരുത്തരിൽ നിന്നും തന്നെ തുടങ്ങണം. ഇപ്പൊ NATPAC കുറെ സജഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു റോഡ് സേഫ്റ്റിയെ കുറിച്ച്, അല്ലെ? അതൊന്ന് വിശദീകരിക്കാം. NATPAC എന്ന് പറയുന്നത് റോഡുമായിട്ട് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ 4 ത്രസ്റ്റ് ഏരിയകളിൽ ഒന്നാണ് റോഡ് സുരക്ഷ എന്ന് പറയുന്നത്. ഏതാണ്ട് 25 വർഷമായിട്ട് ഈ മേഖലയിൽ റിസർച്ച് ചെയ്യുന്നു. റിസർച്ചിൻ്റെ പഠനങ്ങളുടെ റിസൾട്ട്സ് എല്ലാവരിലും എത്തിക്കുന്നു. റോഡ് സുരക്ഷയ്ക്ക് ആവശ്യമായ അവയർനെസ് പ്രോഗ്രാംസ് ധാരാളമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഞങ്ങൾ എയിം ചെയ്യുന്നത് ഓരോ ടാർഗറ്റ് ഗ്രൂപ്പ് അനുസരിച്ചാണ്. അപ്പം പിന്നീടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ് ആണ്. റോഡ് സുരക്ഷയെ സംബന്ധിച്ചുള്ള ഡേറ്റ സംബന്ധമായ എല്ലാ ചോദ്യത്തിനും ഉത്തരം NATPAC-ലുണ്ട്. ഇതിന് ഞങ്ങളെ സഹായിക്കുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്. സെൻട്രൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സ്റ്റേറ്റിൻ്റെ ഇത് അവരുടെ ഡേറ്റ ഞങ്ങൾ അതാത് മാസം കളക്ട് ചെയ്ത് അനലൈസ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനാലിസിസും
പ്രവർത്തനങ്ങളും നാറ്റ്പാക്കിൽ നടത്തുന്നതുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ വാഹനങ്ങളുടെ സേഫ്റ്റി, അതല്ലെങ്കിൽ റോഡിൻ്റെ അപര്യാപ്തത. സാധാരണ നമ്മൾ സേഫ് റോഡ്സ് എന്ന് പറയും, സേഫ് എഞ്ചിനീയറിങ്ങിനെക്കാട്ടിൽ സേഫ് റോഡ്സ് എന്ന് പറയുമ്പോൾ റോഡിലെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ എലിമെൻറ്റും റോഡിൽ വേണം എന്നുള്ളതിന് ശക്തമായിട്ട് നാറ്റ്പാക്ക് എപ്പോഴും പ്രവർത്തിക്കാറുണ്ട്. അത് വേണ്ട സമയത്ത് വേണ്ട സ്ഥലങ്ങളിൽ അറിയിക്കാറുണ്ട്. പിന്നെ ഒന്നുള്ളതാണ് സാർ പറഞ്ഞ പോലെ എല്ലാവരും ഈ സമൂഹത്തിൻ്റെ മൊത്തം ആവശ്യമാണ് റോഡ് സുരക്ഷ. എല്ലാ സുരക്ഷയും, പ്രത്യേകിച്ച് റോഡ് സുരക്ഷ. കാരണം റോഡ് സുരക്ഷയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വർഷം മരണപ്പെടുന്നത്. റോഡ് സുരക്ഷ ഇല്ലായ്മയിലാണ്. അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ നൽകേണ്ടത്. ഇപ്പോൾ ഡിജോക്കാപ്പൻ സാർ ധാരാളം കണക്കുകൾ ഇപ്പോൾ ഉദ്ധരിക്കും. 4000 പേര് എല്ലാ വർഷവും മരിക്കുന്നുണ്ട്. പക്ഷെ ആ കണക്കുകൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതല്ല, എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇപ്പം സാറ് പറഞ്ഞ എൻജിനീയറിംഗ് എൻഫോഴ്സ്മെൻറ്റ്, അതിനൊപ്പം തന്നെ ഒരു ട്രോമ കെയർ അവസാനമായിട്ട്. കാരണം നമ്മൾ സാറ് പറഞ്ഞതുപോലെ എത്ര ശ്രദ്ധിച്ചാലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാം. അപ്പോൾ ആ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും മിനിമം അതുകൊണ്ടുള്ള ദോഷം എന്നുള്ളതാണ്. അതിനാവശ്യം നല്ല ട്രോമ കെയർ ആണ്. ട്രോമ കെയർ എന്ന് പറയുമ്പോൾ സമയത്ത് തന്നെ ചികിത്സ എത്തിക്കുക. ആദ്യത്തെ പ്ലാറ്റിനം 10 എന്ന് പറയുന്ന ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഇനിഷ്യലായിട്ടുള്ള ചികിത്സ എത്തിക്കുക. രണ്ടാമത് ഗോൾഡൻ അവർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകി ആശുപത്രിയിൽ എത്തിക്കുക. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മേഖല വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടായ്മയായി, ഓരോരുത്തരും, ഓരോ സമൂഹം മുഴുവനും കൂട്ടായ്മയായി പ്രവർത്തിച്ച് ഈ അപകടങ്ങളുടെ എണ്ണം 1, 2 അപകടങ്ങൾ ഉണ്ടായാൽ അതിനുള്ള ഗ്രീവസ് ഇഞ്ചുറി, ഏറ്റവും കൂടിയ ഇഞ്ചുറീസ് കുറയ്ക്കുക, പിന്നെ മരണം കുറയ്ക്കുക. അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ട് ഈ 3 മേഖലയിലും പ്രവർത്തിച്ച് ഏറ്റവും താഴെക്കിടയിലൊക്കെ അപകട മരണങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതാണ് നാറ്റ്പാക്ക് ചെയ്തു വരുന്നതും. എന്താണ് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റാണ്. ഏകദേശം 900ഓളം ആൾക്കാർ ഒരു സ്ക്വയർ മീറ്റർ താമസിക്കുന്നു. അപ്പം എൻ്റെ ഏരിയ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ നടത്തുമ്പം സിറ്റിയിലൂടെ എങ്ങനെ റോഡ് പണിയണം, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ അതിനെ ആ രീതിയിലുള്ള റോഡ് പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ വെഹിക്കിൾസ് ഏകദേശം 1 കോടി വെഹിക്കിളുണ്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് 1 കോടി വെഹിക്കിളുണ്ട് കേരളത്തിൽ. അനന്തകൃഷ്ണൻ സാറ് അത് സമ്മതിക്കുമെന്ന് തോന്നുന്നു. അതിൽ 60% 2 വീലേഴ്സാണ്, ബാക്കി ഒരു 15% 3 വീലേഴ്സാണ്. അപ്പോൾ ഈ 2 വീലേഴ്സും 3 വീലേഴ്സും പിന്നെ ലോങ് ഡിസ്റ്റൻസ് പാസഞ്ചേഴ്സും എല്ലാവരും കൂടെ ഒരു മിക്സഡ് ട്രാഫിക്കാണ് നമുക്കുള്ളത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ റോഡിന് വീതിയില്ല, നാരോ റോഡാണ്. ഇപ്പം നാരോ റോഡാകുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം 25 പേര് വരുന്നുണ്ട്. ഒരു 50 പേരെ വെളിയിൽ നിർത്തിയിട്ട് 25 സീറ്റിലൂടെ കയറി ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഒരു ഉന്തും തള്ളുണ്ടാവും. അപ്പം ഇതുപോലെയാണ് മിക്സഡ് ട്രാഫിക് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നടക്കുന്നത്. ലോക്കൽ ട്രാഫിക്കാണ് ഈ 2 വീലേഴ്സും 3 വീലേഴ്സും അത് ലോക്കൽ ട്രാഫിക്കാണ്. അതേസമയം ലോങ് ഡിസ്റ്റൻസ് പാസഞ്ചേഴ്സും ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ അതിൽ വരുന്നുള്ള ഒരു പ്രശ്നമാണ് റോഡ് ആക്സിഡൻറ്റ് കാരണം. അതിനെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ റോഡിന് വീതി കൂട്ടുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് പോകുന്ന റോഡെന്ന് പറയുന്നത് NH47, തിരുവനന്തപുരം തൊട്ട് സേലം വരെ പഴയ NH47, പിന്നെ എറണാകുളം തൊട്ട് മണിലാപുരം ബോംബെ പോകുന്ന റോഡ്. അപ്പം ഇതിൽ രണ്ടും കുറേ നാളുകളായിട്ട് 4 ലൈൻ ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. പല സമയത്തും 2-3 വർഷം മുമ്പ് ടെൻഡർ ചെയ്ത വർക്കുകളാണ്. പക്ഷെ നമ്മളെല്ലാവരും, ഞാനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ സഹായിച്ചാൽ മാത്രമേ ലാൻഡ് ടെഷൻ നടത്തി റോഡ് പണി പൂർത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ. നാട്ടുകാരും കൂടി സഹായിക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ ലാൻഡ് ചോദിക്കുകയാണെങ്കിൽ പലരും വിട്ടുതരാൻ അങ്ങനെ കുറെ ഡിലേ വരും അല്ലേ? അപ്പൊ വർക്കും ഒക്കെ നീണ്ടുപോകും. അതിന്റെ ഒരു എക്സാമ്പിളായിട്ട് കൈക്കോട്ടം തൊട്ട് ടോളം വരെ ഉള്ള റോഡ് ആ രീതിയിൽ പണിയുന്ന റോഡാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ലോക്കൽ ട്രാഫിക്കിനെ നമ്മൾ സൈഡിലോട്ട് സർവീസ് റോഡിലോട്ട് മാറ്റി നിർത്തുന്നു. എന്നിട്ട് കുറച്ച് വേഗതയുള്ള ലോങ് ഡിസ്റ്റൻസ് പാസഞ്ചേഴ്സിനെ സെൻട്രലിലൂടെ വിടുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഇന്ന് എറണാകുളത്ത് ചെല്ലുന്നുണ്ട് 7 മണിക്കൂർ എടുക്കുന്നത്, 225 കിലോമീറ്ററാണ്. ഇപ്പോൾ 2.5 കിലോമീറ്റർ കൊണ്ട് എത്താം. ഈ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ സിറ്റീസ് ധാരാളം ഉള്ളതുണ്ട്. ഡോക്ടർ, ഇപ്പൊ മാഡം പറഞ്ഞല്ലോ ട്രോമ കെയർ. ഞാനൊക്കെ സത്യത്തിൽ ഈ ട്രോമ കെയർ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് വിദേശ ചാനലുകളിലാണ്. എന്ത് ഫാസ്റ്റായിട്ടാണ് അവര് വന്ന് കൊണ്ടുപോയി, അത് വിത്തിൻ സെക്കൻഡാണ് പേഷ്യന്റിനെ എത്തിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഇവിടെ അത്രമാത്രം ട്രോമ കെയർ സീരിയസ് ആയിട്ട് നടക്കുന്നുണ്ടോ? ഉണ്ട്, നടക്കുന്നുണ്ട്. പണ്ടത്തെ 15 years
അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 108 ആംബുലൻസ് അതൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ട്രെയിൻ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ. പിന്നെ പീപ്പിൾ അവയർനെസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സർവൈക്കൽ ഇഞ്ചുറി, കഴുത്തിൽ ഇഞ്ചുറി ഉണ്ട്, കറക്റ്റായിട്ട് കോളറൊക്കെ ആയിട്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ ആക്സിഡൻസിന്റെ രൂക്ഷത അനുസരിച്ചിരിക്കും എത്തിക്കുമ്പോഴുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ. ബൈക്ക് തന്നെയാണോ ഏറ്റവും കൂടുതൽ അപകടം? 60% ബൈക്കാണ്. 60% ബൈക്കാണ്. ഒരു 35 താഴെയുള്ള യങ്സ്റ്റേഴ്സ് ആണ് സംഭവിക്കുന്നത്. ഏറ്റവും അധികം അവര് ബാധിക്കപ്പെടുന്നത് ഹെഡ് ഇഞ്ചുറി തന്നെയാണോ അതോ? മിക്സഡ് ആണ്. ഹെഡ് ഇഞ്ചുറി ഉണ്ട്, ലിംബ് ഇഞ്ചുറീസ് ആണ്. ഞാൻ കാണുന്നത് കൂടുതൽ ലിംബ് ഇഞ്ചുറീസ് ആണ്. പക്ഷേ ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ലിംബ് ഇഞ്ചുറീസ് ആണ് കൂടുതൽ. ഒരു നല്ലൊരു പ്രൊപ്പോർഷൻ ഹെഡ് ഇഞ്ചുറീസും ഉണ്ട്. മിക്സഡ് ആയിട്ട് വരും. അപകടം സംഭവിച്ചത് എനിക്ക് സംഭവിച്ചത്, ഞാൻ അന്ന് ആക്റ്റീവിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റോങ് ആയിട്ട് ഒരു വണ്ടി വന്ന് തട്ടുകയാണ് ചെയ്തത്. ഒരു കാർ വന്ന് തട്ടി കാറിൻ്റെ മുകളിൽ വന്ന് വീണ് നട്ടലിന് ക്ഷത സംഭവിച്ചു. T12 ലെവലിൽ സ്പൈനൽ ബാധിച്ചു. അത് 2 വർഷമായി. അയാളുടെ ഒരു അശ്രദ്ധ കാരണം, ഈ വണ്ടി ഓട്ടിച്ച ഡ്രൈവറുടെ ഒരു അശ്രദ്ധ കാരണം ഉണ്ടായ ഒരു ഇതാണ് എനിക്ക് ഈ ഇത് വരാനുള്ള പ്രധാന കാരണം. ഹോസ്പിറ്റലിൽ എത്തിച്ചത് നാട്ടുകാരായിരുന്നു. നാട്ടുകാർ അവിടെ അന്ന് പോലീസൊക്കെ ഉണ്ടായിരുന്നു കാടായികുണത്ത്. അപ്പം പോലീസ് വണ്ടിയിൽ അനന്തപുരി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ അപകടം വരുത്തിയ വ്യക്തി കൂടെ നിന്നോ അതോ? ഉണ്ടായിരുന്നു. അവിടെ തട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി, പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിന്നെ ഹോസ്പിറ്റലിൽ വന്നു കാര്യങ്ങളൊക്കെ തിരക്കി. ഇൻഷുറൻസ് കിട്ടിയില്ല. ക്ലെയിം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് 31. പിന്നെ എനിക്ക് ജോലി ബിസിനസ്സാണ്, കോറിയായിരുന്നു. പിന്നെ ഞാൻ നേരെ വെല്ലൂരിൽ പോയി 2 മാസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് പേര് ഹെഡ് ഇഞ്ചുറി ആയിട്ടും പല ഇതിലായിട്ടുമാണ് വന്നത്. അതും യങ് പയ്യന്മാരായിരുന്നു. മദ്യപിച്ചുകൊണ്ട് ഓടിക്കുന്നു, ഓവർ സ്പീഡിൽ ഓടിക്കുന്നു, സെൻട്രിൽ കൂടെ വണ്ടി പോകുന്നു. പിന്നെ KSRTC ബസ്, സൂപ്പർ ഫാസ്റ്റ് ബസ് സെൻട്രിൽ കൂടെ വന്ന് തട്ടുന്നു. അങ്ങനെ ഒരുപാട് ഇഞ്ചുറി ഇതിൽ കൂടെ സംഭവിക്കുന്നുണ്ടായിരുന്നു. നമ്മള് സാധാരണ റോഡൊക്കെ ആക്സിഡന്റ് നടക്കുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തന്നെ ഒരു കാർ ആക്സിഡന്റ് ആയപ്പോ എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടാ, കാക്കക്കൂട്ടങ്ങളമാര് കുറെ ഇൻഷുറൻസുകാർ ഓടി നമുക്ക് ചുറ്റും വന്നിട്ട്, മാഡം ഇങ്ങനെ ഇൻഷുറൻസ്. അപ്പൊ നമ്മളെന്തായാലും ഇൻഷുറൻസ് എടുക്കാതെ വണ്ടി ഇപ്പൊ ഇറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ട് പോലും പലപ്പോഴും ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതി തന്നെയാണ്, ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വൈകുന്നു, അല്ലെങ്കിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ തരാതിരിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം അവർ ചെയ്യുന്നു. ഇപ്പൊ രാജേഷിന് തന്നെ ഇത്രയും പ്രത്യക്ഷത്തിൽ നമ്മളിത് കണ്ടിട്ട് പോലും ഇതുവരെയും അത് കിട്ടിയിട്ടില്ല, സാങ്ഷൻ ആയിട്ടില്ല. എന്താ ശരിക്ക് വാഹന അപകട ഇൻഷുറൻസിൽ സംഭവിക്കുന്നത്? 2 വിഷയം അതിനകത്ത്. ഒന്ന്, ഈ നമ്മുടെ കോടതികൾ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളുടെ ബാഹുല്യം. വാഹനാപകടങ്ങൾക്ക് ഒരു കുറവുമില്ല നമ്മുടെ നാട്ടില്. ഓരോ വർഷവും ഓരോ MACT കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളുടെ എണ്ണം 3000-ന് അടുത്ത് വരും. ഒരു വർഷവും. ആറ്റിങ്ങൽ MACT കോടതിയിൽ ഏകദേശം 2500 ആയി ഇതുവരെ. അത് ഏകദേശം 3000-ൽ ഒന്നേക്കും. ഒരു ജഡ്ജിയേ ഉള്ളൂ. അത് ഡീൽ ചെയ്യുന്നതിനകത്ത് കുറെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. അത് അത്രയും ഒരു കൃത്യാന്തര ബാഹുല്യം എന്ന് പറയാം. കുറെ കേസുകളൊക്കെ സെറ്റിൽ ചെയ്ത് പോകും. ഇൻഷുറൻസ് കമ്പനിയും പാർട്ടിയുമായിട്ട് നേരിട്ട് സെറ്റിൽ ചെയ്ത് പോകും. അതങ്ങനെയല്ലാത്ത കുറച്ച് കേസുകളുണ്ട്. ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞതുപോലെ, ഒന്ന്, ഈ ചില കേസുകൾ ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യപ്പെടാത്ത ചില കേസുകളുണ്ട്. ചില കേസുകളിൽ ഒന്ന്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവില്ല. ഒന്ന്, ചിലപ്പോൾ മൈനർ കുട്ടികളായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ബാഡ്ജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടാകില്ല. അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ. ഇൻഷുറൻസ് ഉണ്ടാകില്ല. അതൊരു ഹെൽമറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്ന ഹീറോയിസമാണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടെ. ഇൻഷുറൻസ് ഇല്ല വണ്ടി ഓടിക്കുന്ന. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് മാധ്യമ പ്രവർത്തകൻ, ഇന്നലെ ഉണ്ടായ സംഭവമാണ്. അദ്ദേഹത്തിനെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത്, എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. ഒരു വലിയ മാധ്യമ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഇന്നലെ ഒരു കിളിമാനൂരില് വണ്ടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ നോക്കുമ്പോൾ വണ്ടിക്ക് ഇതില്ല. അതാണ് അതിന്റെ പ്രശ്നം. പലപ്പോഴും ഈ ഡോക്യുമെന്റ്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇൻഷുറൻസ് കമ്പനി ഒരു സെറ്റിൽമെന്റിലേക്ക് വരുള്ളൂ. അതല്ലാത്ത കേസുകളെല്ലാം കോടതിയിൽ പെൻഡിങ് ആയിരിക്കും. അതാണ് ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം. 2, ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്.
ഈ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത് എന്ന് വളരെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പോലീസായാലും അല്ലെങ്കിൽ RTO ആയാലും വളരെ ഇതുണ്ട്. പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഹീറോയിസമാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കേസുകൾ ഇൻഷുറൻസ് കമ്പനി സെറ്റിൽ ചെയ്യപ്പെടത്തില്ല. ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് പോളിസി വയലേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യപ്പെടത്തില്ല. വീണ്ടും അത് കോടതിയിലെ നീണ്ട നടപടിക്രമങ്ങളിലേക്ക് നടക്കും. ഇപ്പോഴും പല MACT കോടതികളിലും അവാർഡിനെടുക്കുന്നത് 2010 താഴോട്ടുള്ള കേസുകളാണ്. അവർക്ക് എടുക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ കേസുകൾ ആ കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്കുണ്ട്. കോടതി ചിലപ്പോൾ ഹൈക്കോടതിയൊക്കെ ടാർഗറ്റ് വയ്ക്കും, 2010 വരെയുള്ള കേസുകൾ തീർക്കണം. അപ്പൊ ആ കോടതികൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നതും കോടതിക്ക് കേൾക്കേണ്ടതും, ഹൈക്കോടതി ഒരു കട്ട് ഓഫ് പറയുമ്പോൾ, അതിന് മുകളിലുള്ള കോടതി കട്ട് ഓഫ് പറയുമ്പോൾ അവർക്ക് എടുക്കേണ്ട 2010 വരെയുള്ള കേസുകൾ അവർക്ക് എടുത്തും തീർത്തേ മതിയാകൂ. അപ്പൊ മുകളിലോട്ടുള്ള കേസുകളെല്ലാം പെൻഡിങ്ങിൽ വെച്ച് മാറ്റും. അതാണ് ഇതിനകത്തുള്ളൊരു പ്രധാന പ്രശ്നം. പിന്നീട് ഈ പറയുന്ന ഈ കുറേ വയലേഷൻസ് ഉണ്ട്. ഒരു ലാബെയറിംഗ് എന്ന് പറഞ്ഞ റോഡിൽ ഇതൊന്നും പാലിക്കപ്പെടേണ്ടതില്ല എന്ന് പറയുന്നൊരു വലിയൊരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. റോഡിൽ ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതെ വണ്ടി ഓടിക്കാം, മദ്യപിച്ച് വാഹനം ഓടിക്കാം, അല്ലെങ്കിൽ രേഖകൾ ശരിയല്ലാതെ ഓടിക്കാം. ഇതെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹൈ സ്പീഡ്, ഇതിനകത്തൊന്നും ഒരു ലാബെയറിംഗ് അല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതാണ് ഈ ആക്സിഡന്റിന്റെ പ്രധാന സംഗതി. ഒരു വലിയ ഓവർ സ്പീഡ് നമ്മൾ മറ്റൊരു വാഹനത്തിന്റെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന മറ്റൊരു ജീവനായിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം. അതിനകത്ത് ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ എലമെന്റ് ഉണ്ടാവുന്ന, ഹ്യൂമൻ എലമെന്റ് മാത്രമല്ല, ഇപ്പൊ നായ ഇടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ ഒരാളിന് അംഗവൈകല്യം സംഭവിച്ച സംഭവം കൊച്ചി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹ്യൂമൻ ബീയിങ് മാത്രമല്ല, ഹ്യൂമൻ ബീയിങ് നാച്ചുറൽ കലാമിറ്റീസ്, ഒരു മരം ഒടിഞ്ഞു വീണു, അതിലും സംഭവിക്കുന്നത് ബൈക്ക് ഓടിച്ചു പോകുമ്പോഴത്തേക്ക് അതിൽ അയാളുടെ ഒരു തെറ്റും വേണ്ട, അയാൾക്ക് ചെറുപ്പക്ഷേ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഉണ്ടാവും. ഒരു നായ ഇടിച്ചു, അയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മര്യാദയ്ക്ക് വാഹനം ഓടിച്ചു വരെയായിരുന്നു, ഒരു നായ എടുത്ത് കുറുക്കിയാടി ഓട്ടോറിക്ഷ മറിഞ്ഞ അയാൾക്ക് എനിക്ക് തോന്നുന്നു കിഡ്നി ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതിലുൾപ്പെടെ അത്തരത്തിലുള്ള വലിയ സംഗതി അതിനകത്തുണ്ട്. അതിനൊക്കെ ഗവൺമെന്റ് അതിനകത്ത് വേറെ സംവിധാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഉണ്ട്. തീർച്ചയായിട്ടും ഒരു സാമൂഹിക പ്രവർത്തകനാണ്. എങ്ങനെയാണ് ഈ റോഡ് അപകടങ്ങളെ താങ്കൾ വിലയിരുത്തുന്നത്? അല്ലെ എന്തുകൊണ്ട് സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്? അല്ല, റോഡ് സുരക്ഷിതത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ട്രെയിനിനാണ് പോകുന്നത്. ഞങ്ങളുടെ കോട്ടയത്ത് ഇറങ്ങിയൊരു പത്രമായത് നമുക്ക് ഒരു കടയിലോട്ട് KSRTC ബസ് ഇടിച്ചു കയറിയിട്ട് പൈപ്പ് നിൽക്കുക. എൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, ഇതിനു വേണ്ടി ഈ റോഡ് നന്നായി പണിയാൻ അല്ലെങ്കിൽ ഓട പണിതുകൊണ്ടിരുന്ന ഒഡീഷ സ്വദേശികൾ 4 പേര് അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ സമയമായില്ല എന്നുള്ളതാണ് ആ ഡ്രൈവർ ചെയ്ത ഒരു സൗജന്യം. ഈ വണ്ടി ഇടിച്ച കിടന്ന ലോറി വേറൊരു വണ്ടിക്കിട്ട് പോയിപ്പിച്ചു. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ഇത് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ വാഹനങ്ങളുടെ വലിപ്പവും പെരുപ്പവും അനുസരിച്ചുള്ള റോഡ് വികസനം ഇവിടെ ഉണ്ടായിട്ടില്ല, ഒന്നാമത്തെ കാര്യം. 2, അഭ്യസ്തവിദ്യരായ ആളുകൾ പോലും റോഡ് നിയമങ്ങൾ പാലിക്കുന്നത് എന്തോ ഒരു മോശമാണ് എന്നുള്ള ഒരു തോന്നൽ എന്നത്. 3-ാമത്തെ കാര്യം, മാഡത്തിന്റെ പ്രോഗ്രാമിന്റെ പേര് സെൽഫി എന്നാണല്ലോ. റോഡ് അപകടങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വേദനാജനകമായ കാര്യം, അപകടത്തിൽപ്പെട്ട ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് ഇതിന്റെ പടം മൊബൈലിൽ എടുക്കാനുള്ള ഒരു പ്രവണത. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം എത്രമാത്രം കണ്ടാൽ ഒട്ട് എന്നാൽ ആശുപത്രി കൊണ്ടുപോകാൻ നോക്കില്ല. എന്തായാലും ഒരു 2 കൊല്ലം മുമ്പ് വരെ കൊണ്ടില്ലെന്ന ആളുകളെ പോലീസ് പ്രതിയാക്കുമായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് അത് മാറ്റിയിട്ടുണ്ട്. പല MLA പോലും അങ്ങനെ പ്രതിയായിട്ടുണ്ട്. അതിനുശേഷമാണ് ആ ഒരു മാറ്റം ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ ശ്രീദേവി മാഡം പറഞ്ഞു ഞാൻ കണക്ക് പറയുമെന്ന്. ഞാൻ ആളുകളുടെ അല്ലെങ്കിൽ ശ്രദ്ധപ്പെടുത്താൻ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിലുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് 15-നും 35-നും ഇടയെ പ്രായമുള്ള ചെറുപ്പക്കാരാണ്. എന്ന് പറഞ്ഞാൽ വരുന്ന തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഇറാനാണ്. അവർക്ക് ആണ് 1-ാം റാങ്ക്. നമുക്ക് ഇന്ത്യക്ക് 61-ാം റാങ്കാണ്. UK ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ 1,00,000-ൽ 2.9 പേരെ മരിക്കുന്നുള്ളൂ. പക്ഷെ കേരളം ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഒരു രാജ്യമായിട്ടെടുത്താൽ ലോകത്ത് 1-ാം സ്ഥാനം നമുക്കാണ്. നമ്മൾ 65 പേരാണ് 1,00,000 പേര് മരിക്കുന്നത്. അപ്പോൾ എത്ര ഭീകരമാണെന്ന് പറയാനാണ്. ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വീട്ടമ്മമാരോട് ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ ബൈക്ക് അപകടം ഉണ്ടാക്കുന്നതിന്റെ 50% ഉത്തരവാദിത്വം ഈ വീട്ടമ്മമാർക്കാണ്, എന്നെ കേൾക്കുന്ന വീട്ടമ്മമാർക്കാണ്. എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ
ഞങ്ങളുടെ അത്രയും സമ്പത്തില്ലാത്ത ആള് മകന് ബൈക്ക് മേടിച്ചു കൊടുത്തു. ഉടനെ അമ്മമാര് വഴിയാണല്ലോ അപ്പനെ സ്വാധീനിക്കുന്നത്. അപ്പം അമ്മയ്ക്കും ഈഗോ ആക്കണം. ആ ചേട്ടൻ്റെ അവർക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കാമെങ്കിൽ നമ്മുടെ കൊച്ചിന് എന്താ ബൈക്ക് മേടിച്ചു കൊടുത്താൽ മേലെ. അപ്പം അവസാനം അപ്പൻ നീ ഇത് ബുദ്ധിമുട്ടുണ്ടാകും, വിഷമമാകും, പത്രം വായിക്കാറില്ല എന്നൊക്കെ ചോദിച്ചാലും അമ്മ വിട്ടുവീഴ്ച ചെയ്യല. പക്ഷേ അമ്മ ഈ നിർബന്ധിക്കുമ്പോൾ അറിയുന്നില്ല ഒരാഴ്ച അല്ലെ ഒരു മാസം കഴിയുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ആംബുലൻസ് വന്ന് നിൽക്കാൻ പോവാന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കാർക്കും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവരോട് മകൻ പറയും, അപ്പം ഈ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ 70 കിലോമീറ്റർ 1 ലിറ്റർ അടിച്ചാൽ കിട്ടും. അപ്പം അപ്പൻ ഓർക്കുക ഏതൊക്കെയാലും ബൈക്ക് മേടിച്ച് പണം പോയി, എന്നാൽ പെട്രോളിൽ ലാഭമാട്ടെ. പക്ഷേ ഇത് വലിയ പവർഫുൾ CC ഉള്ള വണ്ടിയാണ്. ആ വണ്ടി ഓടിക്കാൻ പറ്റിയ നിരത്തുകൾ കേരളത്തിൽ കുറവാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡ്യൂക്ക് എന്ന് പറഞ്ഞ വാഹനത്തിൻ്റെ 85 രജിസ്റ്റേർഡ് ഓണർമാർ 1 വർഷത്തിനകം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പം അങ്ങനെയുള്ള ഈ രാജ്യത്ത് മാനുഫാക്ചറിങ് ലെവലിൽ തന്നെ ഇതിന് മാറ്റം വരുത്തണം. ടിപ്പർ ലോറികൾക്കും ബൈക്കിനും എന്തിനാണ് ഈ 60 കിലോമീറ്റർ കൂടിയ സ്പീഡെന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതനുസരിച്ച് ഒരു കത്ത് വായിച്ചു, പക്ഷേ ഒരു റിപ്ലൈ ഇല്ല. ആ വ്യവസായ ലോബിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കുമല്ലോ. അപ്പം കേരളത്തിലെ നിരത്തുകളിൽ ഇന്ത്യയിലെ മറ്റ് നിരത്തുകളേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാകുന്നു. അവികസിത രാജ്യങ്ങളിലാണ് റോഡ് അപകടങ്ങളിൽ ലോകത്തുണ്ടാകുന്ന മരണങ്ങളുടെ 90%. വികസിത രാജ്യങ്ങളിൽ മരണക്കുറവാണ്. അപ്പം അതിനകത്ത് പ്രധാനമായും കാണുന്നത് വികസിത രാജ്യങ്ങളിലെ റോഡിൻ്റെ ക്വാളിറ്റി കുറവ്, വാഹനങ്ങളുടെ പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലായ്മ, റോഡുകളുടെ ശോചനീയാവസ്ഥ. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകൾ പോലും വളരെ ലാഘവത്തോടെ ഓടിക്കുന്നു. അദ്ദേഹം ഇവിടെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ മദ്യം ഓടിച്ചിട്ട് വാഹനം ഓടിച്ചാൽ അവൻ മാത്രമല്ല മരിക്കുന്നേ, റോഡെ നടന്നു പോകുന്ന വഴിയാത്രക്കാരൻ വരെ മരിക്കുകയാണ്. അപ്പം ഇത് ഉന്നത അധികാരികൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയില്ലെങ്കിൽ കേരളത്തിലെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരായ ആളുകളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ രാജേഷ് തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് 2 വീലറിൽ പോകുമ്പോഴാണ് ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് പോയി. പിന്നെ അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിലാക്കി. ചില സ്ഥലങ്ങളിൽ അതും ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിനകത്ത് പുതിയ റോഡ് സേഫ്റ്റി ബിൽ, ആ പുതിയ റോഡ് സേഫ്റ്റി ബില്ല് വന്നു കഴിയുമ്പോൾ കുറെ മാറ്റം ഉണ്ടാകുന്ന തോന്നുന്നത്. സ്വർണത്തിന് 1 പവന് 100 രൂപ താഴെ ഉണ്ടായിരുന്ന സമയത്തെ അതേ ഫൈനാണ് ഇപ്പം സ്വർണത്തിന് 24,000 രൂപ ആയപ്പോഴും വരുന്നത്. അപ്പം വളരെ ലാഘവത്തോടു കൂടി മോട്ടോർ ചെക്ക് ചെയ്താലും പോലീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും വളരെ ലാഘവത്തോടെ 100-ൻ്റെയോ 500-ൻ്റെയോ നോട്ട് കൊടുത്തിട്ട് പോകും. എൻ്റെ അഭിപ്രായത്തിൽ അതിനകത്ത് 5,000 10,000 ഒക്കെ ശിക്ഷ ഉണ്ട്. അതിനേക്കാൾ ഒരു ദിവസം ജയിലിൽ കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന പൊതുസമൂഹം അവിടെ പോകാനൊരു മടി കാരണം വളരെ കെയർഫുൾ ആയിട്ട് വാഹനം ഓടിക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളുടെ നിയമം അത്രമാത്രം സ്ട്രോങ് അല്ലാത്ത പോലെ പലപ്പോഴും തോന്നുന്നു. ഒരു ചട്ടം വരും, നാളെ മുതൽ ഇന്നെ പിടിക്കും, അത് കുറച്ച് ദിവസത്തേക്ക് നിലനിൽക്കും, അത് കഴിയുമ്പോൾ അതങ്ങനെ ഇല്ലാതെയായി പോകും. അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ഒരു 100 രൂപ കൊടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആക്കാനല്ലേ വകുപ്പ് യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും നിയമം കുറച്ചുകൂടെ ശക്തമാവേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ നിലവിലുള്ള നിയമത്തിൽ ഇപ്പോൾ ഒരു അപകടത്തിൽ ഒരാളെ ഇടിച്ചു കൊന്നാൽ, അതായത് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിൽ തന്നെ കേസ് പോയാൽ 2,000 രൂപ പിഴ അടച്ചു പോകും. അത് കേസ് വർഷങ്ങളെടുക്കും. പിന്നെ കേസിന് സാക്ഷിയെ കിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു ശിക്ഷ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഈ റോഡിലെ തെറ്റായ പ്രവൃത്തിക്ക് ശിക്ഷ കിട്ടുന്നത് കൂടുതലും കോമ്പൗണ്ടിങ്, ഈ പിടിച്ചു വെച്ച് ഫൈൻ അടിക്കുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. 500-ൻ്റെ 1000-ൻ്റെ നോട്ടെടുത്ത് SIയുടെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെയും മുഖത്തെറിയുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് അതിശയോക്തിയല്ല, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉയർന്ന തരത്തിലുള്ള കാറുകളൊക്കെ പിടിച്ചു നിർത്തിയാൽ അവിടെ വെച്ച് വഴക്കുണ്ടാക്കി നീ ആരാ എന്നെ പിടിക്കാൻ എന്ന് പറയുന്ന, അതായത് നമ്മുടെ സമൂഹത്തിലെ ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയാണത് കാണിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ നിയമത്തിൽ അപാകതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ 76 RTO ഓഫീസുണ്ട്. അതായത് ഈ ലൈസൻസ് കൊടുക്കുന്ന ഓഫീസുകൾ 76 എണ്ണമാണ്. ഒരു ഓഫീസിൽ ഒരു ദിവസം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് ഏകദേശം ഒരു 100-120 പേര് വരും. അത് ശരിക്കും ആ ടെസ്റ്റ് നടത്തേണ്ട രീതിയിൽ ആ നിയമത്തിൽ പറയുന്നത് നൂല് പിടിച്ച് നടത്തിയാൽ അതിലൊരു 20% പേര് പോലും പാസ്സാവില്ല. പക്ഷേ അങ്ങനെ നടത്താൻ പറ്റാത്ത പരിസ്ഥിതികളാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ആളുകളുടെ കുറവും അങ്ങനെ പല പരാധീനതകൾ പറയാം. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഒരു 100 പേര് ടെസ്റ്റിന് വരുമ്പോൾ അവരെ പാസ്സാക്കി വിടുമ്പോൾ അവർക്ക് ശരിയായ ഡ്രൈവിംഗ് ക്വാളിറ്റി ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് തുടക്കം. പക്ഷേ ശിക്ഷയുടെ കാര്യം വരുമ്പോൾ നമ്മൾ ഇതേ കാര്യം മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ പല രാജ്യങ്ങളും, ഇപ്പോൾ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഒക്കെ പോലെ ഉള്ള പല രാജ്യത്തും ലൈസൻസ് എടുക്കണമെങ്കിൽ ആദ്യം 1 വർഷം
ചുവന്ന പ്രൊബേഷൻ. അതായത് ആദ്യം ഒരു വർഷം ആരെങ്കിലും കൂടെ ഇരുന്ന് ഓടിക്കണം. കൂടെ ഇരുന്ന് ഓടിച്ച് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അടുത്ത ഒരു വർഷം പച്ച പ്രൊബേഷൻ. പച്ച പ്രൊബേഷൻ എന്ന് വെച്ചാൽ പച്ച നിറത്തിൽ ഒരു പി എന്ന് അടിച്ച് സ്റ്റിക്കർ വാഹനത്തിൽ വെച്ച് കൊടുക്കും. ആ ഒരു വർഷം ഒരു നിയമവും തെറ്റിക്കാതെ ഓടിച്ചാൽ ശരിക്കും തനിയെ ഓടിക്കാനുള്ള ഒരു പ്രോപ്പർ ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് കിട്ടിയാൽ തന്നെ ഒരു വർഷമോ 2 വർഷത്തിനകത്ത് അപകടം എന്തെങ്കിലും ഉണ്ടായാൽ ലൈസൻസ് അതോടൊപ്പം പിന്നെ അവന് ജീവിതത്തിൽ ലൈസൻസ് കിട്ടില്ല. പക്ഷെ അവിടെ അതിനുള്ള സംവിധാനങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ അതിനായിട്ടുള്ള ബാക്കപ്പ് സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജനസാന്ദ്രത വളരെ കുറവാണ്, ഡിമാൻഡ് വളരെ കുറവാണ്. നമ്മുടെ അവിടെ അങ്ങനെയല്ല. ഇപ്പം ഈ SSLC ഇപ്പൊ 18 വയസ്സായി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ള എന്തോ ഒരു നിയമമാണ്. പണ്ട് SSLC പാസ്സായാൽ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ പോലെ 18 വയസ്സ് കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യം തന്നെയാണ്. അവിടെ സ്ഥലം സാറ് പറയുന്ന മാതിരി ജനങ്ങൾ കുറവാണ്, എന്നാൽ സ്ഥലം വലുതാണ്, 2 വീലേഴ്സ് കുറവാണ് താനും. പക്ഷെ നമുക്ക് സ്ഥലം കുറവാണ്, പക്ഷെ 2 വീലേഴ്സ് നമ്മൾ കൂടുതൽ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ സാർ ഇവിടെ എന്താ സാർ ഡ്രൈവിംഗ് ടെസ്റ്റിന് എന്ത് ടെസ്റ്റ്? അത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് അല്ല സാർ. പലപ്പോഴും ഞാൻ ചോദിക്കട്ടെ, പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇനി രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിം ചെയ്യണം, എങ്ങനെ, അത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടിയല്ലേ നമ്മള്. ഇതില് വേറൊരു കാര്യമുള്ളത്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ രാത്രി പോകുമ്പോൾ ലൈറ്റ് ലോ ബീമിൽ പോകണമെന്ന് ചിലപ്പോൾ ഒരു തവണയെങ്കിലും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ പറഞ്ഞു കാണും. ഒരു ഓഫീസിൽ ഒരു ദിവസം വരുന്നത്, ഞാൻ ഇത് പറയുമ്പോൾ തോന്നും ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു സാധുത ന്യായീകരിക്കുകയാണെന്ന് തോന്നിപ്പോവും. പക്ഷെ അങ്ങനെ അതിന്റെ വസ്തുത അങ്ങനെയാണ്. അതായത് 100 പേര് വരും. ഈ 100 പേരുടെ ടെസ്റ്റ് നടത്തി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി വേറെ ഒരുപാട് പ്രവൃത്തികൾ അവർക്ക് ചെയ്യാനുണ്ട്. അത് ഇനി ന്യായീകരണം എന്ന് തെറ്റിദ്ധരിക്കലിന് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 600 പേരാണ് സ്റ്റാഫ്, യൂണിഫോം ഇട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും AMVAമാരും. 642 പേരേ ഉള്ളൂ. ഇവരാണ് ഈ മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റ് നടത്തണം, ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്തണം, CF ടെസ്റ്റ് നടത്തണം, അങ്ങനെ പറഞ്ഞാൽ. പക്ഷെ അതൊരു ശരിയല്ല, അത് ഒരിക്കലും ഒരു ഒഴിവുകഴിവല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് മാറ്റങ്ങൾ ആവശ്യമാണ്. ഇദ്ദേഹം ശ്രീ ഡിജോ കാപ്പൻ പറഞ്ഞ പോലെ നിയമം അത്യാവശ്യമായിട്ട് മാറണം. കാരണം നിയമത്തിനെ ആളുകൾക്ക് ഭയമുണ്ട്. എൻഫോഴ്സ്മെന്റ് സ്ട്രോങ് ആയിട്ടുള്ളിടത്ത് കുറെ കൂടെ അനുസരിക്കാൻ. ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ്, തിരുവനന്തപുരത്ത് ഹെൽമെറ്റ് വയ്ക്കില്ല, എന്നാൽ എറണാകുളത്ത് ഹെൽമെറ്റിന്റെ കംപ്ലൈൻസ് വളരെ കൂടുതലാണ്. കാരണം എറണാകുളത്ത് എൻഫോഴ്സ്മെന്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് സ്ട്രോങ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ഭരണത്തിന്റെ കേന്ദ്രമാണ്. എൻഫോഴ്സ് ചെയ്യാൻ നോക്കിയാൽ സ്വാധീനിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഈ എൻഫോഴ്സ്മെന്റ് ശക്തമാവണം. എൻഫോഴ്സ്മെന്റ് ശക്തമാവണം, നിയമം ശക്തമാവണം. ഈ 100 രൂപ ഫൈന് നമ്മൾ എത്ര എൻഫോഴ്സ് ചെയ്താലും എറിഞ്ഞു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാകുമ്പോൾ അത് നിവർത്തിയില്ല. അപ്പൊ നിയമം ശക്തമാവണം, നിയമം നടപ്പാക്കുന്ന സംവിധാനം ശക്തമാവണം. എല്ലാ തരത്തിലും അതിൽ ഒരു മെച്ചപ്പെടുത്തൽ വരേണ്ട ആവശ്യം. കുണ്ടും കുഴിയും ഒരു വലിയ പ്രശ്നം. പിന്നെ അതുപോലെ സ്ലാബ് എടുത്തിട്ട് റോഡിലേക്ക് സ്ലാബ് എടുത്തിടും. രാത്രി കാലങ്ങളിൽ വരുമ്പോൾ അത് കാണാതെ പോകുന്ന കുറെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളും കൂടെ ഈ അപകടങ്ങൾക്ക് ഒരു പ്രധാന വിഷയം തന്നെയല്ല. ഇപ്പൊ നമ്മൾ ബസ്സിന്റെ ഇത് കണ്ടു. അപ്പോൾ അവിടെ ഒരു സ്ലാബിന്റെ പുറത്തുകൂടെ മിക്കപ്പോഴും നമുക്ക് കാണാം എല്ലാ ബസ്സുകാരും പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ കയറ്റി നിർത്തുന്ന കാണാം. അപ്പൊ ഇതും ഒക്കെ ഒരു വലിയൊരു പ്രധാന ഘടകം തന്നെയല്ലേ? ഇതെല്ലാം ഘടകം തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ റോഡിന് വീതിയില്ലാത്തതുകൊണ്ട് ഒരു സ്ലാബ് ടാസ്റ്റ് ചെയ്യണേ തന്നെയും റോഡിലിട്ടേ ടാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പറമ്പിലെ ഒരു കോൺക്രീറ്റ് ബിൽഡിങ് കോൺക്രീറ്റ് ചെയ്യണമെന്നുണ്ട് റോഡിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റോഡ് സൈഡ് ആക്ടിവിറ്റീസ് ഇതിലെല്ലാം വരും. ഒരു ചായക്കട ഉണ്ടെങ്കിൽ ആ ചായക്കട ഫ്രണ്ടിൽ വന്ന് വണ്ടി നിർത്തും. അപ്പോൾ അവിടെ ഒരു ആക്സിഡന്റ് സ്പോട്ടായി. അപ്പൊ അങ്ങനെയാണ് റോഡ് സൈഡ് ആക്ടിവിറ്റീസ് ആണ് ധാരാളം നമ്മുടെ നാരോ റോഡിൽ നടത്തുന്നത്. മാഡം, ഇപ്പോ NH വൈഡ് ലൈൻ ചെയ്തു തുടങ്ങി. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് വിദേശങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ 100 ട്രാക്ക്, അതിന് താഴോട്ട്, അങ്ങനെ അവരവരിപ്പോ ബൈക്കിന് ഒരു ട്രാക്ക്, ഇങ്ങനെയൊക്കെ പോകും. ഇതൊക്കെ പക്ഷെ നമ്മുടെ ആളുകൾക്ക് എത്രമാത്രം ഇതേക്കുറിച്ച് വിവരമുണ്ട്? നമ്മുടെ സാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു സെഗ്രിഗേറ്റഡ് ട്രാക്ക് കൊടുക്കാനുള്ള സ്ഥലമില്ല. നമുക്ക് സാർ മിക്സഡ് ട്രാഫിക്കാണ് നമ്മുടെ. അപ്പം സെഗ്രിഗേറ്റഡ് ട്രാക്ക് കൊടുക്കാത്തടത്തോളം അപകടങ്ങൾ കൂടും. KSRTCക്കാർ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്കൊരു സെഗ്രിഗേറ്റഡ് ട്രാക്ക്, സെപ്പറേറ്റ് ട്രാക്ക് തന്നാൽ പൈസ ഇല്ലാതെ ഓടിച്ച് ലാഭം ഉണ്ടാക്കാവുന്ന. കാരണം ഇവർക്ക് ഈ ഓട്ടോറിക്ഷയുടെയും 2 വീലറിന്റെ ഇടയ്ക്ക് ഓടി സമയത്തിനെത്തി അത് ഓടിച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സെഗ്രിഗേറ്റഡ് ട്രാക്ക് എന്നുള്ള നമ്മുടെ ഒരു വിദൂര സ്വപ്നമായിട്ട് ഇപ്പൊ അവശേഷിക്കുകയാണ്. പലപ്പോഴും ഞങ്ങൾ കൊല്ലം തൊട്ട്
ആലപ്പുഴ വരെ ധാരാളം സൈക്കിളുണ്ട്. ഒരു ചെറിയ സർവേ നിന്ന് കണ്ടുപിടിച്ചത് ഒരു ദിവസം 15,000 സൈക്കിൾ ഞങ്ങളൊരു സിംഗിൾ റൈഡിൽ കണ്ടു. 15,000 ബൈസൈക്കിൾസ് ആണ് ആ ഒരു സെക്ഷനിൽ കണ്ടത്. അപ്പൊ ഈ സൈക്കിളുകാർ ഭയങ്കര വലിയ അപകടത്തിലാണ് യാത്ര ചെയ്യുന്നത്. നാഷണൽ ഹൈവേ ആണ് ഒന്നാമത്, ഹൈ സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത്. അതിൽ കൂടുതലും കുട്ടികളാണ്. ചില സ്കൂളിൽ 1000 സൈക്കിൾ വരെ ഉണ്ട് റോഡ് സൈഡിലുള്ള സ്കൂളുകളിൽ. അപ്പൊ ഈ കൊച്ചു കുട്ടികൾ ഈ സൈക്കിളിൽ പോകുന്നത് ഏറ്റവും അപകടത്തിലാണ്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് നാഷണൽ ഹൈവേ 4 ലൈൻ ചെയ്യുമ്പോൾ ഒരു സൈക്കിൾ ട്രാക്ക് എങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ലൈൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ വേറൊന്നുണ്ട്, മാഡം പറഞ്ഞ ലൈൻ ഡ്രൈവിങ് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാം. അതായത് ഹൈ സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ ഉള്ളിലുള്ള ലൈനിൽ കൂടെ തന്നെ പോകും. അതൊക്കെ ഇപ്പൊ തെറ്റിക്കുകയാണ്. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലേക്ക് കയറുമ്പോൾ ഈ കംപ്ലീറ്റ് ഡിസിപ്ലിനും തെറ്റിച്ചാണ് പോകുന്നത്. പിന്നെ ഉള്ളത് 2 വീലേഴ്സ്. ഇവിടെ പറഞ്ഞ 60% അപകടങ്ങൾ ഉണ്ടാക്കുന്നത് 2 വീലേഴ്സ് ആണെന്നുള്ളത്. 2 വീലേഴ്സ് ഒരു കാരണവശാലും ഇന്നർ ലൈനിൽ കൂടി അല്ലെങ്കിൽ സിക്സാഗ് ആയിട്ട് പോകാൻ പാടില്ല. പക്ഷെ അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിൽ അല്ലെങ്കിൽ റൂളിൽ 50 km/h ആണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും കപ്പാസിറ്റി ഉള്ള വാഹനങ്ങൾ വാങ്ങിയിട്ട് അത് 50 km പോവുകയല്ലേ കുട്ടികൾ ചെയ്യുന്നത്. അവർ 100-ൽ അടുപ്പിച്ചെത്തിച്ചാണ് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തിരി സ്പേസ് ഉള്ളിടത്തുകൂടി അങ്ങനെ കയറി പോകുന്നു. പിന്നെ 2 വീലർ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ 2 വീലർ ലെഗ് ഇഞ്ചുറി അല്ല, 2 വീലേഴ്സ് അവർ ഏതെങ്കിലും കാരണവശാൽ അപകടത്തിൽപ്പെട്ടാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ഹെഡ് ഇഞ്ചുറി തന്നെ ഉണ്ടാവും. അപ്പം മരണകാരണമുള്ള 2 വീലർ ആക്സിഡൻസ് പലപ്പോഴും ഹെഡ് ഇഞ്ചുറി ഉണ്ടാണ്. അവിടെയാണ് ആ ഒരു വ്യത്യാസം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് റോഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. റോഡിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ സേഫ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. റോഡിൽ യാതൊരു ഒബ്സ്ട്രക്ഷനും പാടില്ല. മാത്രമല്ല ആവശ്യത്തിന് നമ്മള് വണ്ടികളുടെ പരസ്യം ചെയ്യുന്നത് തന്നെ പെർ കിലോമീറ്റർ അവിടെയാണ് തെറ്റ്. അങ്ങനെ പറഞ്ഞാൽ വണ്ടി വിൽക്കുന്നത്. അപ്പൊ ഇവൻ ആലോചിക്കും, ഞാൻ ഇത്രയും നല്ല വണ്ടി എടുത്തിട്ട് ഞാൻ എന്തിനാ 20 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്റർ സൗകര്യം നമ്മുടെ റോഡിൽ ഇല്ലെന്ന് ആ കുട്ടി അറിയുന്നില്ല. അതെ, അത് ഓടിക്കാനുള്ള സൗകര്യമുള്ള റോഡല്ല നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല നമ്മുടെ. പിന്നെ എല്ലാ ജംഗ്ഷനുകൾ വരുമ്പോഴും ഒക്കെ ഇവര് ജംഗ്ഷൻ ജമ്പിങ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ക്യാമറാസ് വെക്കുന്നുണ്ട്, വെഹിക്കിൾ ഇന്റർസെപ്റ്റേഴ്സ് ഉണ്ട്, ഇല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ലെവലിൽ എത്താൻ പറ്റുന്നില്ല. എല്ലാ രീതിയിലുമുള്ള ഒരു ഇന്റർവെൻഷൻ നമുക്ക് വരുന്നുണ്ട്, ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനി വേണ്ടത് കുറച്ചുകൂടി അഗ്രസീവ് ആവുക. നമ്മുടെ റോഡ് സേഫ്റ്റി ബില്ല് 2014 വന്നു കഴിഞ്ഞാൽ ഇംപ്രിസൺമെന്റ് മസ്റ്റാണ്. സ്കൂൾ ബസ് ഓടിക്കുന്നവർ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് മസ്റ്റാണ് അതിനകത്ത്. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൂൾ ഇല്ല അല്ലെങ്കിൽ നിയമം ഇല്ല എന്ന് പറയുന്നതല്ല ശരി, നിയമം നമ്മൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ശരി. നിയമം അനുസരിക്കാൻ ഇപ്പൊ എല്ലാ സമയത്തും ഒരാൾ ഇൻസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പോലീസ് അവിടെ വേണം എന്നല്ല അതിന്റെ അർത്ഥം. നിയമം നമ്മൾ സ്വയം അനുസരിക്കണം. അല്ലാതെ ഒരു ഫോഴ്സ് ഇൻസിസ്റ്റ് ചെയ്തിട്ട് അനുസരിക്കേണ്ടതല്ല. എല്ലാ നിയമങ്ങളും നമ്മൾ സ്വയം അനുസരിക്കേണ്ടതാണ് പൗരന്മാരുടെ. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ സിഗ്നല് റെഡ് സിഗ്നൽ വരുന്നതിന് തൊട്ട് മുമ്പ് പാഞ്ഞങ്ങ് ഒരു പോക്കുണ്ട്. അപ്പോഴേക്കും വീണ് കഴിയും, അവിടുന്ന് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിയും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നതാണ്. ആംബർ അല്ലെങ്കിൽ മഞ്ഞ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാനുള്ളതല്ല, കുറയ്ക്കാനുള്ളതാണ്. ഇവിടെ പക്ഷെ നേരെ മറിച്ചാ സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചാ സാർ. എനിക്ക് വേറൊരു സംശയം ചോദിക്കേണ്ട. ഇടയ്ക്ക് ഒരു പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിച്ച് അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ പാരന്റ്സിനായിരിക്കും എന്ന്. ഒരു പാരന്റ്സിനെതിരെ കേസെടുക്കും എന്നൊരു ഇത് വന്നിരുന്നു വാർത്ത. ഞാനും ഒക്കെ വായിച്ചിരുന്നു. അത് എത്രമാത്രം ഇപ്പൊ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതായത് വാഹനം ഓടിക്കാൻ നിയമപ്രകാരം വേണ്ട യോഗ്യത, അതായത് വയസ്സ് അല്ലെങ്കിൽ ലൈസൻസ് ഒന്നും ഇല്ലാത്തവർ വാഹനം ഓടിച്ചാൽ വാഹന ഉടമയ്ക്ക് ശിക്ഷയ്ക്കുള്ള വകുപ്പുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് തന്നെ പല സ്കൂളുകളുടെയും പ്രാവർത്തികമാക്കുന്നുണ്ടോ? പ്രാവർത്തികം ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ തിരുവനന്തപുരത്തെ കുറെ സ്കൂളുകളുടെ പുറത്ത് നിന്നിട്ട് നോക്കിയിട്ട് ഈ ബൈക്ക് ഓടിക്കുന്ന കുട്ടികളെ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, ഗിയറുള്ള വാഹനങ്ങൾ 18 വയസ്സിന് താഴെ ഓടിക്കാൻ പറ്റില്ല. അപ്പൊ അവരെ പിടിക്കുകയും പാരന്റ്സിനെ വിളിക്കുകയും ഒരു ഫൈൻ അടിക്കുകയും 1000-1500 രൂപ വരെ 2-3 ഇതിൽ ഫൈൻ അടിക്കാം. അപ്പൊ ഫൈൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിയമം സാധ്യമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിയമം മാത്രം പോരാ. ഈ ഫൈൻ അടിക്കുമ്പോൾ നമ്മളൊരു കുറ്റത്തിന് ഒരാളെ വിളിക്കുമ്പോൾ നമ്മളൊരു പ്രതിയോഗിയുടെ സ്ഥാനത്താണ് അവർ വരുന്നത്. അപ്പൊ പിന്നെ അവര് ഈ നിയമം എങ്ങനെയാണ്, ഇതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാനല്ല ഒരു ഭൂരിഭാഗവും ശ്രമിക്കുന്നത്. അവരെങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാവാം, അല്ലെങ്കിൽ ഇതിൽ നമ്മുടെ കുറ്റം എന്താ,
അതൊരു മനോഭാവം അങ്ങനെ ആയി പോകുന്നു, ഒരു അഡ്വേഴ്സറിയൽ റോളായി പോകുന്നു. പക്ഷെ കുറച്ച് പേരുണ്ട്, മനസ്സിലാക്കുന്നവരും കുറച്ച് പേരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റോഡ് ഉപയോഗിക്കുന്നവരുടെ ഒരു മനോഭാവമാണ്. നമ്മൾ അനുസരിക്കണം എന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം, നമ്മൾ വിചാരിക്കണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് ഫൈൻ അടിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, അതായത് ഓണേഴ്സിനെ ഫൈൻ അടിക്കാൻ. അത് കുട്ടികളെ മാത്രമല്ല, റാഷായിട്ട്, അതായത് അപകടകരമായിട്ട് വാഹനം നമ്മളൊരു ഡ്രൈവറുടെ കൊടുത്ത് അയാൾ ഉപയോഗിച്ചാൽ അതിനും ഓണറെ ഫൈൻ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അത് നമുക്ക് നടപ്പാക്കാവുന്നുള്ളൂ. അത് ചെയ്യുന്നുണ്ട്. വാഹനം ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മുടെ മുമ്പിൽ മറ്റു ജീവൻ ഉണ്ട് എന്നുള്ളൊരു ബോധം കൂടി ഉണ്ടാവാൻ ഈ 18 വയസ്സ് ഒരു പാകമായ പ്രായമാണോ? 18 വയസ്സ് ശരിക്കും പറഞ്ഞാൽ പാകമായ പ്രായമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 18 വയസ്സെന്ന് പറയുമ്പോൾ ഈ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് എന്തിനേയും ചോദ്യം ചെയ്യുന്ന നമുക്ക് ആ ഒരു മാനസികാവസ്ഥ ആലോചിക്കാവുന്നേ ഉള്ളൂ. ആ മാനസികാവസ്ഥയെ നേരത്തെ പറഞ്ഞ ഈ ഡ്യൂക്ക് ബൈക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു പ്യുവർ മെഷീനാണത്. അത് വളരെ പവർഫുൾ ആണ്. വളരെ സാങ്കേതികമായിട്ട് അറിവുണ്ടെങ്കിലേ അത് നേരെ അപകടമില്ലാതെ ഓടിക്കാൻ ഒക്കുള്ളൂ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ആ സാങ്കേതിക വിദ്യയും ആ പ്രായവും മാനസികാവസ്ഥയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ബന്ധമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന പ്രശ്നമാണ്, ഒരു ഡ്രൈവിംഗ് സംസ്കാരത്തിന്റെ പ്രശ്നമായി. ഇപ്പൊ മാഡം മുമ്പ് സിഗ്നലിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പം ഈ മഞ്ഞ തെളിഞ്ഞല്ലോ എന്നുള്ള അസ്വസ്ഥതയിൽ ഞാൻ വണ്ടി അവിടെ നിർത്തുക, അല്ലെങ്കിൽ എന്നിട്ട് അപ്പൊ എന്റെ ഒരു അസ്വസ്ഥത മുഴുവൻ ഒരു സെക്കൻഡോടെ നേരത്തെ വന്നായിരുന്ന കടന്നു പോകാമല്ലോ എന്നാ. പക്ഷെ പിന്നെ പച്ച തെളിയുമ്പോൾ ഏറ്റവും പുറകെ കിടക്കുന്നയാളാണ് ഓണടിക്കുന്നത്. അതെ, പിന്നെ കിടക്കുന്നവൻ പോകാൻ പറ്റാത്തതിന്റെ അസ്വസ്ഥത കിടക്കുക. അപ്പം പച്ച അങ്ങ് തെളിയുന്നതിന് മുമ്പേ പുറകെ കിടക്കുന്നയാൾ അസ്വസ്ഥ ഉണ്ടാവും. പിന്നെ ഇതിനകത്തൊരു ഞാൻ മുമ്പേ പറഞ്ഞ ഡ്രൈവിംഗ് അല്ല, അതിനകത്ത് വേറൊരു കാര്യം. ഇപ്പം നമ്മുടെ ബസ് വേ ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സർക്കാർ വാഹനങ്ങൾ ബസ് വേയിലല്ല നിർത്തുന്ന, റോഡിന് നടുക്കുണ്ടാകും. പിന്നെ കണ്ടെയ്നർ ലോറികൾ, ഇപ്പൊ നമ്മുടെ ഈ ഹരിയാനയിൽ നിന്നൊക്കെ വരുന്ന ലോറികൾ, അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അവര് 2-3 വണ്ടി ഒന്നിച്ച് ചേർന്നാ പോകുന്നത്. അപ്പൊ അത് വലതുവശത്തൂടെ പോകത്തുള്ളൂ. അപ്പൊ ഇതിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യണം, പിന്നെ നിയമം ലംഘിച്ച് നമ്മൾ ഇടതുവശത്തൂടെ ചെയ്യണം. അപ്പോഴായിരിക്കും അനന്തകൃഷ്ണൻ സാറിന്റെ ക്യാമറ അവിടെ വെച്ചിരിക്കുന്നത്, നമ്മൾ പെട്ടും പോകും. പക്ഷെ ഇതൊരു ഒരു 10-20 കിലോമീറ്റർ പോകുമ്പോൾ എത്ര ക്ഷമയുള്ളവനും ഇടതുവശത്തൂടെ കയറി ഓവർടേക്ക്. സത്യം. പക്ഷെ അതിൽ വേറെ ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. നേരത്തെ പറഞ്ഞാൽ ഈ മിക്സഡ് ട്രാഫിക്കിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ആലപ്പുഴയിൽ നിന്ന് ചേർത്തല എന്ന് അങ്ങോട്ടുള്ള 4 ലൈൻ ട്രാഫിക് വരച്ച് 2 ലൈൻ ഉണ്ട്. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഇടതുവശത്തൂടെ പോവാം, പക്ഷെ ഒരു ഓട്ടോറിക്ഷ പോകും. അപ്പൊ അവൻ പിന്നെ ഇങ്ങനെ പിടിക്കണം. വേറൊരു സൈക്ലിസ്റ്റോ ഒരു സ്കൂട്ടറിസ്റ്റോ പോകും, അവ ഇങ്ങനെ പിടിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രായോഗികമായിട്ട് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സാർ പറഞ്ഞാൽ വളരെ ശരിയാണ്, അങ്ങനെയാ പോകേണ്ടത്. നമുക്കും അതായത് ഇപ്പോൾ ഒരു KSRTC ബസ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ സീറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും അതിനെ ഓവർടേക്ക് ചെയ്യാനാണ്. കാരണം അതിന്റെ പുറകെ പോയാൽ പിന്നെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് എത്തേണ്ടടുത്ത് വളരെ ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ലൈൻ വരുമ്പോൾ 2 ലൈൻ 4 ലൈനാണ്, 2 ലൈൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ചെറിയ ട്രാഫിക് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവന്മാർ കൂടുതലും വലതുവശത്ത് പിടിക്കുന്നത്. അവരിപ്പുറത്ത് പിടിച്ചാൽ ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഈ സിഗ്നിഫിക്കൻസും കൂടെ ഉണ്ട് സാർ. ഈ 18 വയസ്സ് ഏതാണ്ട് 18 വയസ്സ് അടുപ്പിച്ച കുട്ടിയാണെങ്കിൽ പോലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവന് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒന്ന് സ്ലോ ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ കുട്ടിക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അപ്പൊ നമ്മൾ അത് അറിയണം. ഒരു 10-25 വയസ്സൊക്കെ ആയി കഴിഞ്ഞാലേ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ചെയ്യണം എന്നൊരു പക്വത വരത്തുള്ളൂ. അതൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് ഈ അപകടം 2 വീലർ പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട TCയോട് ഈ ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം സേഫ്റ്റി ബില്ലിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക, അതൊക്കെ പങ്കെടുക്കുന്ന ഈ 18 വയസ്സിൽ പിള്ളേർക്ക് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 കൊല്ലം കഴിഞ്ഞാൽ മതി അവർക്ക് ഹെവി കൊടുക്കും. ഈ പ്രത്യേകിച്ച് മലബാർ സൈഡിലോട്ട് ഉള്ള ഈ ബസ് പോയി കഴിഞ്ഞാൽ വിറച്ചായിരിക്കും. ഈ 21 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഹെവി എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീപ്പ് ഓടിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഈ ബസ് ഓടിക്കുമ്പോൾ കിട്ടും. എന്നിട്ട് ഈ 10-60 പേരുടെ ജീവൻ വെച്ചുകൊണ്ട് ഇവൻ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പേടി. അപ്പൊ ഹെവി ബാഡ്ജ് അല്ലെങ്കിൽ കൊടുക്കുന്നവരുടെ ഒരു പ്രായപരിധി എനിക്ക് തോന്നുന്നു ഒരു 25 മിനിമം ആക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇതിനകത്ത് ഉണ്ട്. വളരെ നല്ലൊരു സജഷനാണ്. കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ശരിയാണ്, പൊതുജനങ്ങൾ എല്ലാവരും പ്രശ്നങ്ങൾ കുറ്റക്കാര് നമ്മൾ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ചില കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു കാർക്കശ്യം ഉണ്ടായിരുന്നാൽ, ഇപ്പൊ ഹോൺ ഒരുപാട് അപകടം ഉണ്ടാക്കുന്നുണ്ട് ചില സമയത്ത്. അത് ചില വണ്ടികളുടെ ഹോൺ അടുത്ത് വന്ന് ഈ ബൈക്കുകാരുടെ ഒക്കെ അടുത്ത് ഞെട്ടിപ്പോവും. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്നും വല്ലാത്ത MLA ഹോൺ തന്നെ അറിയപ്പെടുന്ന ഹോൺ ഉണ്ട് ഇവിടെ. അതായത് ഇവിടെ ഹോണിന് ഓരോ ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട്, അതിനേക്കാൾ മുകളിലാണ്. പിന്നെ ബഹുമാനപ്പെട്ട സാറേ ഒരു കാര്യം കൂടെ പറയണേ. അപ്പൊ ഈ പണ്ട്
ഞാനൊക്കെ ചെറുപ്പത്തിൽ വണ്ടി ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡിമ്മിന് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അന്ന് 2 വളവിന് നിന്നായിരുന്നു. ഇപ്പൊ അത് വളരെ ശാസ്ത്രീയമായിട്ട് ചെക്ക് ചെയ്യാം. മാത്രമല്ല അന്നത്തെ വാഹനങ്ങളുടെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വാഹനങ്ങൾ പവർഫുൾ അല്ല. ഇന്നത്തെ വാഹനങ്ങളുടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2 വീലറുകാരുടെ കണ്ണിലോട്ട് ഇന്നിപ്പോ അതില്ല. ഇപ്പൊ അതിനൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ഡിമ്മിന്റെ കാര്യത്തിൽ ഒരു കർശന ചെക്കിംഗ് ഉണ്ടായാൽ തന്നെ 2 വീലറുകാർ ഒത്തിരി പേർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. ഈ രാത്രി കാലങ്ങളിൽ ഹൈവേയിലൊക്കെ ഒരുപാട് ഞാനും ഒക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മള് ഒരു നിവർത്തിയില്ല, സൈഡ് ഒതുക്കിയിടുക അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതൊരു അപകടത്തിന് മറ്റൊരു പ്രധാന കാരണം തന്നെയാണ്. നാഷണൽ ഹൈവേയിൽ എക്സ്പ്രസ് ഹൈവേയിൽ 120 കിലോമീറ്റർ, നാഷണൽ ഹൈവേയിൽ 100 മാക്സിമം സ്പീഡ്. നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് 85 കിലോമീറ്റർ. ഇപ്പോൾ 37,000 കിലോമീറ്റർ റോഡുണ്ട് പീഡലോടിക്ക്. അതിൽ 1,500 കിലോമീറ്റർ നാഷണൽ ഹൈവേ, ബാക്കി ഏകദേശം ഒരു 4,000 കിലോമീറ്റർ സ്റ്റേറ്റ് ഹൈവേ. ഒരു വണ്ടി മാതാവിന്റെയോ പിതാവിന്റെയോ പേരിലാണെന്നിരിക്കട്ടെ, ആ വണ്ടിക്ക് അപകടം സംഭവിച്ചാൽ ഈ വണ്ടിയുടെ ഓണറും രണ്ടുപേരും കുറ്റക്കാരാണ്. ഇല്ല, ഇപ്പോ മകൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ഫോൺ വെച്ചിട്ട് ഓവർടേക്ക് ചെയ്ത് കയറി ഒരു തമിഴ്നാട്ടിൽ വന്ന ഒരു ലോറിയായിട്ട് ഇടിച്ച് എൻ്റെ കാറിന്റെ ഫ്രണ്ടിൽ വന്ന് വീഴുകയാണ് ചെയ്തത്. മൊത്തം റോഡ് അങ്ങോട്ട് ആറിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാരൻ അടുത്ത പറമ്പിൽ കയറി നടന്നു പോക്കണം. എന്നുവെച്ചാൽ റോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുമല്ലോ.